സുഹൃത്തുക്കളുടെ നഗ്നദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച കേസിൽ യൂട്യൂബർ തൊപ്പിയുടെ യൂട്യൂബ് ചാനൽ നീക്കം ചെയ്തിട്ടുണ്ട്. പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് യൂട്യൂബിന്റെ ഈ നടപടി. തൊപ്പി എന്ന നിഹാദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഗുരുതര സ്വഭാവത്തിലുള്ള കുറ്റങ്ങളായതിനാൽ ജാമ്യം അനുവദിക്കരുത് എന്ന് പോലീസ് ആവശ്യപ്പെട്ടു. ശരൺ SS വിവരങ്ങൾ നൽകാൻ ചേരുന്നു. ശരൺ, തൊപ്പി എന്ന ഈ ഒരു നിഹാദ് സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ഇയാൾക്ക് ഫോളോവേഴ്സ് ഉണ്ട്. അതിൽ തന്നെ അതാണ് ഏറ്റവും നമ്മളെ ആകുലപ്പെടുന്ന ഒരു കാര്യം. കൊച്ചു കുട്ടികളാണ് ഇയാളുടെ കൂടുതലും ഫോളോവേഴ്സ്. അവരെ വഴിതെറ്റിക്കുന്ന കണ്ടന്റുകൾ മാത്രമേ ഇയാൾ പോസ്റ്റ് ചെയ്യാറുള്ളൂ. അതിൽ ഇയാളുടെ സോഷ്യൽ മീഡിയയിലൂടെ അശ്ലീല പദപ്രയോഗങ്ങൾ, ചീത്തവിളി, തെറിവിളി, ലഹരിക്ക് വേണ്ടിയുള്ള സംസാരം, അതോടൊപ്പം നഗ്നതാ പ്രദർശനം, സ്ത്രീവിരുദ്ധത, അങ്ങനെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് കൊണ്ട് എന്തൊക്കെ കുറ്റകൃത്യങ്ങൾ ഒരു വ്യക്തിക്ക് ചെയ്യാമോ അതെല്ലാം കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് തൊപ്പി. അതിന്റെ ഗൗരവത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ശക്തമായ നടപടികൾ ഇനിയെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുമോ ശരൺ? ശിവാസ്, തൊപ്പി എന്ന നിഹാദിനെതിരെ നേരത്തെ നിരവധി പരാതികൾ ഉയർന്നിരുന്നതാണ്. അതായത് ലഹരി ഇടപാടുകൾ നടത്തി, ഇതിനു പുറമെ സുഹൃത്തുക്കളുടെ നഗ്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു എന്നടക്കമുള്ള പരാതികൾ ഉയരുകയും ഇതിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നുള്ളത് ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തല അറിയിക്കുകയും ചെയ്തിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഒരു പരാതി അഭിഭാഷകൻ നൽകുന്നത്. അത് എറണാകുളം റൂറൽ സൈബർ പോലീസിനാണ് ലഭിക്കുന്നത്. ആ പരാതിയിലാണ് നിഹാദിനെതിരെ ജാമ്യമില്ല വകുപ്പ് പ്രകാരം പോലീസ് കേസെടുക്കുന്നത്. പ്രധാനമായും IT ആക്ടിന് പുറമെ BNSലെ വിവിധ വകുപ്പുകൾ ചുമത്തി കേസെടുക്കുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ നിഹാദിന്റെ തൊപ്പിയുടെ യൂട്യൂബ് ചാനൽ പൂർണ്ണമായും നീക്കം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ കാലയളവിൽ ഇയാൾ യൂട്യൂബ് ചാനലിലൂടെ പ്രചരിപ്പിച്ച കാര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള റിപ്പോർട്ട് യൂട്യൂബിനെ പോലീസ് കൈമാറിയിരുന്നു. അത് പ്രകാരമാണ് യൂട്യൂബ് ഈ ചാനൽ പൂർണ്ണമായും തന്നെ നീക്കം ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ കേസെടുത്തതിന് പിന്നാലെ നിഹാദ് ഒളിവിൽ പോയിരുന്നതാണ്. ഇയാളെക്കുറിച്ച് ഇപ്പോഴും വിവരം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സൈബർ പോലീസ് പറയുന്നത്. ഇതിനിടയിൽ മുൻകൂർ ജാമ്യം തേടി ഇയാൾ എറണാകുളം സെഷൻസ് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. തനിക്കെതിരെ ഉയർന്നിരിക്കുന്നത് വ്യാജ പരാതിയാണെന്നുള്ളതാണ് ഇയാൾ മുന്നോട്ട് വയ്ക്കുന്ന വാദം. എന്നാൽ ഇതിനെ ശക്തമായി എതിർക്കാനാണ് സൈബർ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. സൈബർ പോലീസ് പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് അതീവ ഗൗരവ സ്വഭാവത്തിലുള്ള പരാതികളാണ് നിഹാദിനെതിരെ ഉയർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുത് എന്നുള്ളതാണ്. അതീവ ഗൗരവ സ്വഭാവത്തിലുള്ള കുറ്റങ്ങൾ ചുമത്തുകയും ചെയ്തിട്ടുണ്ടെന്നടക്കം ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ശരി ശരൺ, ഇയാൾ ചെയ്തിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും അത് വലിയ വീരപരിവേഷത്തോടുകൂടി ഇയാൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വിളിച്ചു പറയുന്നതും ഇപ്പോഴും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ തിരഞ്ഞാൽ നമുക്ക് കാണാം. എന്നിട്ടാണ് തനിക്കെതിരെയുള്ളതെല്ലാം വ്യാജ ആരോപണവും പരാതിയുമാണെന്ന് ഇയാൾ കള്ളത്തരം വിളിച്ചു പറയുന്നത്. പക്ഷേ ഇയാൾ ഇപ്പോഴും പിടികൂടാൻ നമ്മുടെ സൈബർ പോലീസിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് നാണക്കേടാണ്. ഇപ്പോൾ യൂട്യൂബ് ചാനൽ മാത്രമേ പൂട്ടിയിട്ടുള്ളൂ. ഇൻസ്റ്റഗ്രാമിലും മറ്റ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലുമെല്ലാം ഇപ്പോഴും മില്യൺസ് ആളുകൾ, 10 ലക്ഷവും 20 ലക്ഷവും 30 ലക്ഷം ആളുകളൊക്കെ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടുകൾ ഇയാൾക്കുണ്ട്. അതിൽ തന്നെ കൊച്ചു കുട്ടികളാണ് ഇയാളെ ഫോളോ ചെയ്യുന്നതിൽ കൂടുതലും. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ, നമ്മുടെ കുഞ്ഞനിയന്മാരെ വഴിതെറ്റിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന വ്യക്തിയാണ് ഈ പറയുന്ന തൊപ്പി. തന്നെ ആരും തൊടില്ല, തനിക്ക് എന്തുമാകാം, ഞങ്ങളുടെ നേരെ ഒരു പോലീസും വരില്ല എന്നുള്ള അമിത ആത്മവിശ്വാസം. ഇയാൾക്ക് പണമുണ്ടാക്കും, ഇയാൾക്ക് ഓരോ പോസ്റ്റിനും ഇയാൾ മോണിറ്റൈസേഷൻ നേടിയെടുക്കുന്നുണ്ട്. വലിയ ലക്ഷങ്ങളും കോടികളും ഒക്കെ ഇയാൾ സമ്പാദിക്കുന്നുണ്ട്. അതും ഇയാൾ വലിയ വായിൽ വർത്തമാനമായി വലിയ ആവേശത്തോടു കൂടി വിളിച്ചു പറയാറുണ്ട്. പക്ഷേ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾ ചെലുത്തുന്ന ദ്രോഹം അത് സമാനതകളില്ലാത്തതാണ്. അപ്പോൾ ഇതിനു മുൻപ് വലിയ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഈ നടപടിയെങ്കിലും ഇതിൻ്റെ ഒരു അവസാനം കാണുന്നവരെ ഈ തൊപ്പി എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള എല്ലാ സാമൂഹ്യ ദ്രോഹികളെയും കൂട്ടുന്നതുവരെ പോലീസ് മുന്നോട്ട് പോകും, സൈബർ പോലീസ് മുന്നോട്ട് പോകും. ആഭ്യന്തര വകുപ്പ് അതിനെല്ലാ പിന്തുണയും നൽകും എന്ന് കരുതുകയാണ്.